വീട്ടിൽ കൊണ്ട് കാരണം ഞങ്ങൾ ഒന്നുകൂടി തീരുമാനിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുള്ളൂ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനിയും വീണ്ടും പരീക്ഷിക്കാൻ പറ്റില്ല, ഒരാളെ പോയി ഇനി പരീക്ഷണത്തിന് നിൽക്കില്ല, എവിടേക്കെങ്കിലും മാറുക തന്നെ ചെയ്യും. കോടാലിയിൽ 8 വയസ്സുകാരന് പാമ്പ് കടിയേറ്റ് മരിച്ച വീട്ടിൽ ഇപ്പോഴും പാമ്പുകൾ വരുന്നുവെന്ന വലിയ ആശങ്കയുണ്ട്. അതിനിടയിൽ പരിശോധന തുടരുകയാണ്. ഇപ്പോഴും പാമ്പിൻ്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വീടിൻ്റെ ഉടമ അത് എന്തപ്പോൾ അവർ പറയുന്നത്? അവരിപ്പോൾ പറയണത് അതിൻ്റെ ഉള്ളിൽ കൂടെയാണെന്ന് ചാൻസ് കൂടുന്നതാണ് പറയണത്. പക്ഷെ അത് അവിടെ തുറന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ കണക്റ്റഡായിട്ട് ഇങ്ങനെ ചുറ്റും ആ അറ്റത്ത് നിന്നിട്ട് ഈ അറ്റം വരെ കല്ല് കെട്ടാണ്. അതിൽ സിമെൻ്റ് ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല, വെറുതെ കല്ല് അടക്കി വെച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് കോൺക്രീറ്റാണ് ചുമര് പണിതേക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്, കാരണം അവിടെ നിന്ന് പൊളിക്കുകയാണെങ്കിൽ മൊത്തം ചിലപ്പോൾ പൊളിക്കേണ്ടി വരും. ഉള്ളിൽ കൂടെ ഗ്യാപ്പല്ലേ, പ്രായോഗികമല്ല. അതുപോലെ അപ്പം അവരിപ്പോൾ പറഞ്ഞത് ഇനി ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഇനി പുറത്തേക്ക് വരാത്ത രീതിയിൽ സീൽ ചെയ്ത് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. റൂമിനകത്തേക്ക് ഇനി കിടക്കാത്ത രീതിയിലുള്ള സീലിംഗ് ചെയ്യാമെന്ന് പറഞ്ഞേക്കണേ. 5 പാമ്പിനായി കാണുന്നത്. ഇന്നലെയാണ് 2 കാണുന്നത്, പിന്നാലെ കാണുന്നത്. അതെ, ഒരെണ്ണം മാത്രമാണ് ഇവിടെ നിന്ന് കണ്ടത്. അല്ല, ഫസ്റ്റ് വന്നത് ഒരു 7 മണി നേരത്താണ്, പിന്നെ വന്നത് 9:30-10 മണിക്കുള്ളിലാണ് രണ്ടാമത് കണ്ടത്. അത് ഫസ്റ്റ് വന്ന് ഇവരൊക്കെ ഫോറസ്റ്റുകാർ വന്ന് ഫുൾ വന്നെന്ന് പറഞ്ഞ് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അവർ വന്ന് നോക്കി എല്ലാം കഴിഞ്ഞ് പോയി പകുതി എത്തിയപ്പോഴാണ് വീണ്ടും രണ്ടാമത്, അത് അപ്പച്ചനാണ് കണ്ടത്. ആൾ പറഞ്ഞ് വീണ്ടും ഇവർ വന്ന് ഫുള്ളും കുത്തിപ്പൊളിക്കുകയോ നോക്കുകയൊക്കെ ചെയ്തു. അന്നും കുട്ടിക്ക് പാമ്പ് കടിയേറ്റ ദിവസം ഇതുപോലെ തന്നെ നേരത്തെ ആ സമയത്ത് തന്നെ അകത്ത് കയറിയിട്ടുണ്ടാകാമല്ലോ പാമ്പ്? ആവായിരിക്കാം. എന്നുവെച്ചാൽ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. 4:30-4:30ക്കാണ് ഞാൻ നിന്ന് പോകുന്നത്. 4:45 ഞാൻ പോയിട്ട് ഞാൻ വരുന്നത് 9 മണിക്കാണ്. അതിൻ്റെ ഉള്ളിലെങ്ങനെയും ഏതെങ്കിലും കൂടി കയറിയതാണെന്നൊരു സംശയമുണ്ട്. അല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കണില്ലല്ലോ. വന്ന വൈകി പിന്നെ ചേട്ടൻ വന്ന് ഞങ്ങൾ ചോറുണ്ട് കിടക്കുക ചെയ്ത് അടിച്ചൊക്കെ വരിയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, തുടച്ച് അതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പോയത്. കവർ ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ അലക്കാൻ വേണ്ടിയിട്ടിട്ട് ഉണങ്ങി ഉണ്ടായില്ല, അപ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹോളിലാണ് കിടന്നത്. അവർക്ക് ചൂടെടുക്കും. ഞങ്ങൾ AC-യിലാണ് കിടക്കാറ്. പക്ഷെ അന്ന് AC വോൾട്ടേജിൻ്റെ പ്രശ്നം കാരണം കട്ടാവുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഫെന്നുള്ളത് ഹാളിലാണ്, അപ്പോൾ അവിടെയാണ് ഞങ്ങൾ കിടന്നത്. അത് ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് കിടന്നത്, അല്ലാണ്ട് പിന്നെ കൊച്ചിനെ തന്നെക്കൊന്നല്ല കിടത്തിയിരുന്നത്. 4 പേര് ഒരുമിച്ച് കിടത്തിയിട്ട് ഞങ്ങൾ 4 പേര് ഒരുമിച്ച്. ഇപ്പോൾ ഈ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ്റെ അടുത്ത് അപ്പുണ്ടായിരുന്നു, ഇവൻ്റെ അപ്പുറത്താണ് മറ്റവൻ കിടന്നിരുന്നത്. എന്നിട്ട് ഫസ്റ്റ് തന്നെ 2 പേരും ഒരുമിച്ചാണ്. ഏറ്റവും മുമ്പ് അനോഷ് എന്ന് പറയുന്നവനാണ് ഏറ്റവും മുമ്പ് എൻ്റെ അടുത്ത് വന്ന് വയറുവേദന എടുക്കണമെന്ന് പറഞ്ഞു. അതേ സമയം തന്നെ മറ്റവൻ ആൽജോനും വന്ന് അമ്മ എനിക്ക് വയറുവേദന എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മോൻ ബാത്റൂമിൽ വയറുവേദന എടുക്കണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ഛർദ്ദിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നവന് നല്ല വയറ് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു, എപ്പോഴും ആൾ കുരിഞ്ഞ് നിൽക്കണം. അമ്മ എനിക്കിവിടെ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മറ്റവനെപ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നും വയറുവേദന. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ വെള്ളം അപ്പോഴാണ് ആൾ പറഞ്ഞു, ഞാൻ വിളിച്ചു അപ്പം തന്നെ ആളോട് പറഞ്ഞു. അപ്പോൾ ആൾ വന്ന് നീ ജീരക വെള്ളം വലിച്ചു കൊടുക്ക്, ആൾക്ക് വയറുവേദന ഒന്ന് കുറയട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ജീരക വെള്ളം വെച്ച് കൊടുക്കുക തന്നെ ചെയ്തു. കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴും അവൾക്ക് വയറുവേദന ശമിക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറേ 4 അപ്പോൾ മറ്റവന് ഉറക്കം വരുന്നത് അവൻ ഉറങ്ങി. ഞാൻ ചോദിച്ചു ഉറക്കം വരുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ അമ്മയ്ക്ക് ഉറക്കം വരുന്നത് ഉറങ്ങി. പിന്നീട് 4 മണി 4:30 ആയപ്പോഴാണ് ഇവന് തീരെ പറ്റാണ്ടായി. അനോഷിന് തീരെ, അവനാണ് എന്നെ വിളിച്ചത് അമ്മ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ അവനെ നോക്കിയത്. ഇവന് പറ്റാണ്ടായപ്പോൾ അവന് നല്ല ഉറക്കം, അവൻ അനങ്ങാണ് കാണാനില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് അവൻ ലാസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നവൻ എൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞ് കിടക്കായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ പല്ല് രണ്ടും കൂട്ടി പിടിച്ചിരിക്കുന്നു, ചുണ്ടും പല്ലും കൂട്ടിയിരിക്കുന്നുണ്ട്, നാക്കും പല്ലും കൂട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴും ചേട്ടനെ വിളിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞങ്ങൾ ബുള്ളറ്റ്, അപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൻ ബുള്ളറ്റ് ഇപ്പോൾ പിടിച്ചിട്ടാണ് പോയത്. മറ്റവന് പിടിച്ചിരുന്നിട്ടാണ് ആൾ. അപ്പോൾ കോടാലിലായിരുന്നു ആംബുലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബുള്ളറ്റിൽ വരാൻ പറഞ്ഞോ ചേട്ടാ, ഞങ്ങൾ ബുള്ളറ്റിലാണ്. കുട്ടി ഇപ്പം നല്ല സുഖം പ്രാപിച്ചു വരുന്നു, ഫോട്ടോ കൊണ്ട് അതിലൊരു ആശ്വാസമാണ്. ഈ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട്. ഈ വീട്ടിലെങ്കിലും പാമ്പ് നിൽക്കുമ്പോൾ കുട്ടീനെ ഞങ്ങൾക്ക് ആശ്വാസം ഉണ്ട്. അവിടുത്തെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും നല്ല പൊന്നു പോലെയാണ് നോക്കുന്നത്. അവരൊരിക്കലും അവരോട് നന്ദി മാത്രമേ ഉള്ളൂ, എത്ര പറഞ്ഞാലും ആ നന്ദി തീരില്ല. അത് നഴ്സുമാരോടും ഡോക്ടർമാരോടായാലും അത് എത്ര പറഞ്ഞാലും തീരത്തില്ല. വീട്ടിലേക്ക് കൊണ്ടുവരണ്ടേ? വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഇത്തിരി ആശങ്കയുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5 എണ്ണം ഒരു സ്ഥലത്ത് നിന്നല്ലേ കാണുന്നത്. വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഒന്നുകൂടി തീരുമാനിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുള്ളൂ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനിയും വീണ്ടും പരീക്ഷിക്കാൻ പറ്റില്ല, ഒരാളെ പോയി ഇനി പരീക്ഷണത്തിന് നിൽക്കില്ല,
എവിടേക്കെങ്കിലും മാറുക തന്നെ ചെയ്യും. ഇതിന് മുൻപ് ഇതുപോലെ പാമ്പിൻ്റെ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പാമ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പുറത്തേക്ക് വനത്തോട് പ്രദേശം. അകത്ത് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ പഴയ വീട് എന്ന് പറഞ്ഞാൽ ഈ കട്ട ഒരു കാട്ടുകല്ലുകൊണ്ട് കെട്ടിയ വീടാണ്. അവിടെയൊക്കെ കാണാമെന്ന് പറഞ്ഞ സഭ അവിടെ കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു പേടി കൊണ്ടാണ് ഇവിടെ വീട് പുതിയത് ഞങ്ങൾ പണിതെല്ലാം കാരണം വീടിനകത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ട് കാണും. ഇവിടെ വലിയ പഴുതാര അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും കാണാറുണ്ട്. അവിടെ കണ്ടായിരുന്നു. പഴയ വീട്ടിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പുതിയ വീട്ടിൽ ഇനിയിപ്പോൾ ഈ സീൽ ചെയ്ത് താൽക്കാലികമായിട്ട് ഇത് ചെയ്യാന്ന് മാത്രമേ പറ്റുള്ളൂ. അത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം കുറച്ച് ദിവസം നിരീക്ഷിച്ച ശേഷമല്ലേ നിങ്ങൾക്ക് അയ്യോ തീർച്ചയായും അതല്ല അങ്ങനെ സാറേ പറ്റുള്ളൂ. കാരണം ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാൾ ഇങ്ങനെ എന്താ പറയുക ഒരു ഏതായാലും വലിയ ആശങ്കയിൽ തന്നെയാണ്. ഇത് സീൽ ചെയ്താൽ പോലും കുറച്ച് ദിവസം കൃത്യമായ നിരീക്ഷണം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇവിടെ താമസയോഗ്യമാകൂ. ഇല്ലെങ്കിൽ കൂടുതൽ പാമ്പുകൾ ഇതുപോലെ ഈ പരിസരത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ല. ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ ഇതുവരെയായിട്ടും പാമ്പിനെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഉറവിടവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ.